സൗദിയിൽ താമസ കെട്ടിടങ്ങളുടെ വാടക നൽകുന്നതും സ്വീകരിക്കുന്നതും ഡിജിറ്റലൈസ് ചെയ്തു. സർക്കാർ വാടക പ്ലാറ്റ്ഫോമായ ഇജാർ വഴി പണമിടപാടുകൾ നടത്തണമെന്ന് ഇജാർ കേന്ദ്രം വ്യക്തമാക്കി. ജനുവരി 15 മുതൽ ഇജാർ പ്ലാറ്റ്ഫോം വഴിയല്ലാതെ നൽകുന്ന വാടക ഇടപാടുകൾക്ക് സാധുതയുണ്ടാകില്ലെന്നും അതോറിറ്റി അറിയിച്ചു. സൗദിയിൽ കെട്ടിട വാടക ഇടപാടുകൾ ഏകീകരിക്കുന്നതിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച ഡിജിറ്റൽ വാടക ഇടപാട് സേവനം നിർബന്ധമാക്കി. കെട്ടിട വാടക കരാറുകൾ നിയന്ത്രിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി സർക്കാർ നടപ്പിലാക്കിയ ഇജാർ പ്ലാറ്റ്ഫോം വഴി പണമിടപാടുകൾ കൂടി നടത്തുന്നതിനാണ് നിർദ്ദേശം. ഇത് സംബന്ധിച്ച അന്തിമ നിർദ്ദേശം ഇജാർ പ്ലാറ്റ്ഫോം പുറത്തിറക്കി. ജനുവരി 15 മുതൽ താമസ കെട്ടിടങ്ങളുടെ മുഴുവൻ വാടക ഇടപാടുകളും ഇജാർ വഴി കൈമാറണമെന്ന് പ്ലാറ്റ്ഫോം കേന്ദ്രം വ്യക്തമാക്കി. ഇജാർ വഴിയല്ലാത്ത പണമിടപാടുകൾക്ക് ഇതോടെ സാധുത ഇല്ലാതാകും. തുടക്കത്തിൽ താമസ കെട്ടിടങ്ങൾക്ക് മാത്രമാകും നിയമം ബാധകമാകുക. വാണിജ്യ കെട്ടിടങ്ങൾ ഈ ഘട്ടത്തിൽ പരിധിയിൽ ഉൾപ്പെടില്ല. ഇജാറിന്റെ സദാത് നമ്പറായ 153 ഉപയോഗിച്ചാണ് പണമിടപാട് നടത്താൻ സാധിക്കുക. ഇജാറിലെ പഴയതും പുതിയതുമായ എല്ലാ കരാറുകൾക്കും നിയമം ബാധകമാകും. വാടക കരാറിലെ കക്ഷികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും പരാതികൾ കുറക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം.